ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിസ്മസ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എക്സാം ടിപ്സിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്തിരുന്നു. കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ചില മിസ്റ്റേക്സും അതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്നാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എക്സാമിന് നമ്മൾ നേരത്തെ തന്നെ എത്തുക എന്നുള്ളതാണ്. എക്സാമിന് തൊട്ട് മുൻപ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ വേഗം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ആ നേരത്താവും ചിലപ്പോൾ അവരെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ആ നേരത്ത് നമ്മളത് പ്രോപ്പറായിട്ട് പഠിച്ചിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പം നമുക്കത് കേൾക്കുമ്പോൾ ടെൻഷനോ അയ്യോ ഞാൻ ഈ ഭാഗം പഠിച്ചിട്ടില്ലല്ലോ എന്ന ടെൻഷനിലായിരിക്കും എക്സാമിന് പോവുക. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വരില്ലായിരിക്കും. എന്നാൽ പോലും നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ തന്നെ കുറച്ച് സമയം നമുക്ക് കിട്ടും. അതുവഴിക്ക് അതെന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് പഠിക്കുകയും ചെയ്യാം. മാത്രമല്ല സ്ട്രെസ് ലെവൽ കുറച്ചും കൂടി കുറവായിരിക്കും. നേരം വൈകി നമ്മൾ എത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് എക്സാമിന് കയറിയിരിക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ആയിട്ട് എക്സാം എഴുതണമെങ്കിൽ നേരത്തെ തന്നെ സ്കൂളിലെത്താനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് കയ്യിൽ കരുതാതിരിക്കുക എന്നുള്ളതാണ്. എക്സാമിന് പോകുമ്പോൾ എപ്പോഴും നമ്മൾ പറയും പേനയും പെൻസിലും അല്ലെങ്കിൽ സ്കെയിലെല്ലാം തന്നെ പുതിയത് സെറ്റാക്കിയൊക്കെ വെക്കണം, പെന്നൊക്കെ 1-2 എണ്ണം കൂടുതൽ കരുതണം എന്നൊക്കെ നമ്മളെപ്പോഴും പറയും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന ഒരു പേന പുതിയൊരു പേനയായിരിക്കും. ആദ്യമായിട്ടാവും നമ്മൾ എക്സാമിനായിരിക്കും ചിലപ്പോൾ പേന ഉപയോഗിച്ച് എഴുതുന്നത്. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായി എഴുതുന്ന പേനയാവില്ല, വേറൊരു പേനയാകുമ്പോൾ എക്സാമിന് കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ വെച്ച് വാങ്ങണത്. പക്ഷേ ചിലപ്പോൾ നമുക്ക് ആ ഒരു പെൻ എഴുതുന്ന സമയത്ത് കംഫർട്ടബിൾ ആവണമെന്നില്ല. ചില പേനയൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒരു ഷാർപ്നെസ്, ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല എഴുതാൻ. പിന്നീട് 2 ദിവസം കഴിയുമ്പോഴാണ് അത് നല്ല സ്മൂത്തായിട്ട് കിട്ടുക. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സെലക്ട് ചെയ്യുന്ന പെന്ന് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഒന്ന് എഴുതി നോക്കി അത് നല്ലതായിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എക്സാമിന് എഴുതുക. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും സ്ഥിരമായ ഒരു ബ്രാൻഡിൻ്റെ തന്നെ പെന്ന് ഉപയോഗിക്കുന്നതാവും നല്ലത്. കാരണം നമ്മൾ അതിൽ നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും, എനിക്ക് നല്ല സ്പീഡിലും സ്മൂത്തുമായിട്ടും എഴുതാൻ പറ്റുന്നു. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു ടിപ്പ്, നമ്മൾ എക്സാം ഹാളിലോട്ട് എത്തിക്കഴിഞ്ഞ് ബെല്ലടിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരൂല്ലേ, എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിട്ട്. അത് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയമാണ്. ഓരോ ചോദ്യങ്ങളും കൃത്യമായി വായിച്ച് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അനാവശ്യമായി വരച്ചിടുകയോ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ടിക്ക് ഇട്ട് വയ്ക്കുക, കിട്ടാത്തത് നമ്മൾ ക്രോസ് ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയ ആൻസേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഷോർട്ട് പോയിൻറ്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വയ്ക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ചെറിയ ക്ലാസ് മുതലേക്കേ നമ്മൾ ശീലമാക്കണം. അങ്ങനെ ഒന്നും നമ്മൾ അനാവശ്യമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിടാൻ പാടില്ല. ടീച്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരെഴുതുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു കൂൾ ഓഫ് ടൈം നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ അതിൻ്റെ മീനിങ് പ്രോപ്പറായിട്ട് മനസ്സിലായാലാണ് എന്താണ് അതിൽ എഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണല്ലേ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വളഞ്ഞ രീതിയിലാവും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആവില്ല ഉത്തരം. അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് വായിച്ച് എന്താണ് എഴുതേണ്ടതെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൂൾ ഓഫ് ടൈം തന്നിരിക്കുന്നത്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ടും വായിച്ചു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എക്സാം എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് ചില സമയത്ത് വരുന്നത്, ചില ചോദ്യങ്ങൾ നമുക്ക് അറിയാത്തതുണ്ടാവും, ചിലത് നമുക്ക് നന്നായി കിട്ടുന്നതും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ 1 വേർഡ്സ് പോലത്തേക്ക് ആണെങ്കിൽ അത് എഴുതുമ്പോൾ നമുക്ക് കിട്ടണതായിരിക്കും കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം നമുക്ക് കിട്ടാത്തതുണ്ടെങ്കിൽ, ചിലപ്പോൾ അത് ലാസ്റ്റത്തെ വല്ല ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കാം, കിട്ടാത്തതുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനെ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അതിനി എന്താ എഴുതുക, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കാൻ തുടങ്ങും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾക്ക് കിട്ടുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന ആൻസേഴ്സും കൂടി നമുക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കിട്ടാത്ത ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് കിട്ടണതെല്ലാം പ്രോപ്പറായിട്ട് എഴുതുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. എൻ്റെ മക്കളും പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിയുമ്പോൾ ആ കിട്ടാത്ത ടഫുള്ള ക്വസ്റ്റ്യനെ ആലോചിച്ചായിരിക്കും പിന്നെ വിഷമം. അപ്പോൾ പ്രോപ്പറായിട്ട് മറ്റു ചോദ്യം എഴുതാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെസ്സ് നമ്മൾ എടുക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്നത് അത് ആൻസർ ഷീറ്റിൽ എഴുതിയിരിക്കണം. പലപ്പോഴും ചിലരൊക്കെ ക്വസ്റ്റ്യൻ്റെ നമ്പർ വിട്ടുപോവുകയും ആ നമ്പർ ഓർഡർ തെറ്റിപ്പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എത്ര തന്നെ ആയിട്ട് പഠിച്ചാലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം നമ്മുടെ മാർക്ക് പോകുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായി ഇട്ടിട്ടില്ലേ എന്ന് പേപ്പർ നോക്കി കൃത്യമായി ഉറപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ ഇപ്പോൾ സപ്പോസ്
3 സെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ABC ഒക്കെ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ എഴുതാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ആൻസേഴ്സ് എഴുതാൻ തുടങ്ങുമ്പോൾ ഞാനൊക്കെ എപ്പോഴും ഓർഡറിൽ തന്നെയാണ് എഴുതാറുള്ളത്. പക്ഷേ ചിലവരിങ്ങനെ പറയാറുണ്ട്, ഞാൻ കിട്ടുന്നത് വേഗം എഴുതി ബാക്കിയുള്ളത് മാറ്റി വെച്ചു, അത് അവസാനം എഴുതാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ. എനിക്ക് കൂടുതലിഷ്ടം ഒരുവിധം കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ തുടക്കത്തെ എല്ലാ ചോദ്യങ്ങളും ഞാൻ എഴുതാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏതെങ്കിലും ടഫ് തോന്നുകയാണെങ്കിൽ മാത്രം അത് ലാസ്റ്റത്തേക്ക് വെക്കും. ബാക്കി ഈസി ആയിട്ടുള്ളതെല്ലാം തന്നെ ആദ്യത്തിൽ തന്നെ എഴുതി തീർക്കും. 1 വേർഡ്സ് ആയാലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയാലും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോ, അങ്ങനെ എന്ത് തന്നെ ആദ്യം അതെല്ലാം ഓർഡറിൽ കംപ്ലീറ്റ് ചെയ്യും. വലിയ ഏതെങ്കിലും ചോദ്യം കിട്ടണില്ലെങ്കിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ നമ്പർ ലാസ്റ്റിൽ എഴുതിയിട്ട് അത് എഴുതാറുള്ളത്. അപ്പോൾ ഈസി ആയിട്ടുള്ളത് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യുക. ടഫുള്ളതും നന്നായി ആലോചിച്ച് എഴുതേണ്ടതും നമ്മൾ ലാസ്റ്റത്തേക്ക് നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എക്സാം കഴിയുമ്പോൾ കുറേ കുട്ടികൾ പറയുന്ന ഒരു പ്രശ്നമാണ്, എക്സാം പ്രോപ്പറായിട്ട് എഴുതി തീർക്കാൻ പറ്റിയില്ല, ലാസ്റ്റത്തെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഒരു കണക്കിനൊക്കെ എഴുതി തീർത്തതെന്നൊക്കെ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല് നമുക്കില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ പരീക്ഷ പ്രോപ്പറായിട്ട് എഴുതി തീർക്കില്ല, ഇല്ലെങ്കിൽ ലാസ്റ്റ് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും എഴുതാൻ സമയമില്ലാതെ ഒരു കാട്ടിക്കൂട്ടി എഴുതി നമ്മൾ അവസാനിപ്പിക്കും. ഇത് പലർക്കും പറ്റുന്നൊരു പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ട് വാച്ച് യൂസ് ചെയ്യുക, നല്ലൊരു വാച്ച് നമ്മൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 1.5 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ ടൈമർ വെച്ച് കൃത്യമായിട്ട് ആ സമയത്തിന് എനിക്ക് എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക, എഴുതി തീരണില്ലെങ്കിൽ എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചിലവർ ചെയ്യുന്നത് വളരെ പതുക്കെ ഭംഗിയായിട്ടൊക്കെ എഴുതാൻ നോക്കുമ്പോൾ കുറേ ടൈം പോകും. ചിലവർ ചെയ്യുന്നത് ഓരോ ചോദ്യങ്ങൾ എഴുതുമ്പോൾ മാർക്കിൽ പറഞ്ഞിരിക്കുന്നതിലും കൂടുതൽ അനാവശ്യമായിട്ട് എഴുതി വയ്ക്കും. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് 5 മാർക്കിൻ്റെ അത്രയും എഴുതി വയ്ക്കും. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിന് വളരെ അധികമായിട്ട് എഴുതി വയ്ക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അനുസരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഒരു പേജ് എഴുതാൻ പറഞ്ഞ ചോദ്യത്തിന് ഒരു പേജ് എഴുതിയാൽ മതി. അതിൽ കൂടുതൽ എഴുതുമ്പോൾ എന്ത് പറ്റും, നമുക്ക് മറ്റ് ചോദ്യങ്ങൾക്ക് എഴുതാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ലാസ്റ്റിലത്തെ വലിയ ക്വസ്റ്റ്യൻസൊക്കെ എഴുതാൻ നമുക്ക് തീരെ സമയം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് അനുസരിച്ച് ആവശ്യത്തിന് മാത്രം എഴുതാനും സമയം മാനേജ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഒരു ടൈമർ വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് ഓവറായിട്ട് അത് മാത്രം നോക്കിയിരുന്നാൽ ഉത്തരം എഴുതിയില്ലെങ്കിൽ നമ്മുടെ മാർക്കൊക്കെ നഷ്ടപ്പെടും. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതെൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അവരെപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കുമാണ് കേട്ടോ, ആൻസേഴ്സ് എഴുതാതെ വിടുക എന്നുള്ളത്. ചിലപ്പോൾ ചില ചോദ്യം വരുമ്പോൾ നമുക്കത് തീരെ കിട്ടാത്തതായിരിക്കും, നമുക്ക് അതിൻ്റെ ഉത്തരമേ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ആൻസർ അങ്ങനെ തന്നെ വിടാമെന്ന്. അത് ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് ഒരു വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നതാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിലും ഉണ്ടാക്കി എഴുതാൻ വയ്ക്കാൻ പറ്റുന്നതാണെങ്കിലും ആ ക്വസ്റ്റ്യൻ നോക്കി എന്തെങ്കിലും ഉണ്ടാക്കി എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഒരു ചോദ്യം വിട്ട് കളയരുത്. മേ ബി ഒരു 1/4 മാർക്ക് കിട്ടിയാൽ അത് നന്നായില്ലേ. അപ്പോൾ നമ്മൾ ഒരു ആൻസർ പോലും എഴുതാതെ വിടരുത്. കിട്ടുന്ന പോലെ എന്തെങ്കിലും ആലോചിച്ച് എഴുതി വയ്ക്കുക. അപ്പോൾ ഞാൻ മക്കളോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ആൻസർ കിട്ടാതെ വിട്ടത് എന്തെങ്കിലും എഴുതി വയ്ക്കായിരുന്നില്ലേ എന്ന്. അപ്പോൾ അവർ പറയാം, എനിക്കൊന്നും അതിനെ ആലോചിച്ചിട്ട് കിട്ടിയില്ല. നമ്മൾ എന്തെങ്കിലും എഴുതി വയ്ക്കാൻ പറയും. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ആൻസേഴ്സ് എഴുതാതെ വിടുക എന്നുള്ളത്. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എഴുതുന്ന സമയത്ത് നമ്മുടെ പേരും അതുപോലെ തന്നെ സബ്ജക്റ്റ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എഴുതുമ്പോൾ പരമാവധി നല്ല നീറ്റായിട്ട് നമ്മുടെ പേപ്പർ എഴുതാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഫസ്റ്റ് പേജൊക്കെ പരമാവധി നല്ല വൃത്തിയായിട്ട് എഴുതുമ്പോൾ എടുക്കുന്ന ടീച്ചേഴ്സിന് അത് കാണുമ്പോൾ തന്നെ ഒരു ഇമ്പ്രഷനായിരിക്കും. പരമാവധി നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, വീട്ടിൽ എഴുതി ഒക്കെ നോക്കുക. നമ്മൾ എഴുതുമ്പോൾ തന്നെയാണ് നല്ല കൈയക്ഷരം നമുക്ക് വരുള്ളൂ. മാത്രമല്ല നമ്മൾ എഴുതുമ്പോൾ പരമാവധി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ ആൻസർ ഷീറ്റിൽ നമ്മളിങ്ങനെ കുറേ വെട്ടി കളയില്ലേ, അത് നമുക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ വെട്ടലും ഒക്കെ പേപ്പറിൽ കാണുമ്പോൾ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എഴുതുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് എഴുതാനായിട്ട് നോക്കുക. മാത്രമല്ല നമ്മൾ എഴുതി കഴിഞ്ഞൊന്ന് വായിച്ച് നോക്കുക, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താം. അത് അവർക്ക് വായിക്കാൻ പറ്റുന്ന പോലെ നീറ്റായിട്ട് എഴുതാനായിട്ടും കൂടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ആൻസർ എല്ലാം എഴുതി കഴിഞ്ഞാലും ഒന്നും കൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. തിരിച്ചും മറിച്ചൊക്കെ നമ്മളെല്ലാം എഴുതിയിട്ടില്ലേ, നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് ഏതെങ്കിലും ചോദ്യം മിസ്സായി പോയിട്ടുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ അറിയില്ല, ഇതിലേതെങ്കിലും നമ്മൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അബദ്ധം പറ്റാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും എഴുതിയിട്ടില്ലേ എന്ന് ഒന്നും കൂടിയും ഉറപ്പ് വരുത്തുക.
അപ്പോൾ അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി കഴിയുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ ലാസ്റ്റ് നമ്മുടെ ആൻസർ ഷീറ്റ് ഫുള്ളായിട്ടും വായിക്കാനുള്ളൊരു സമയം കൂടി നമ്മൾ കണക്കിലാക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്ത് മുഴുവനും വായിച്ചു നോക്കാനും എന്തെങ്കിലും ചെറിയ തിരുത്തലുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു സമയം നമുക്ക് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഞാൻ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് അത് തന്നെയാണ്. ഞാൻ ആദ്യമൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഞാൻ എക്സാം എഴുതും കേട്ടോ. വായിച്ചൊന്നും നോക്കില്ല, വേഗം പേപ്പർ കൊടുക്കും, സന്തോഷമായിട്ട് അവിടെ അങ്ങനെ വെറുതെ കുത്തിരിക്കും. അപ്പോൾ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പേപ്പർ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മുഴുവനായിട്ടും വായിക്കുക. എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്ക് തെറ്റുറപ്പായിട്ട് പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും, പക്ഷേ പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കണക്കൊക്കെ നമ്മൾ എടുത്തെഴുതുന്ന സമയത്തൊക്കെ തെറ്റിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ പലപ്പോഴും രണ്ടാമത് വായിച്ചത് കൊണ്ട് തന്നെ ഉത്തരങ്ങൾ ശരിയായിട്ടുള്ള കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ആൻസർ ഷീറ്റ് മുഴുവനായിട്ടും വായിച്ച് ക്വസ്റ്റ്യൻ നമ്പറൊക്കെ കറക്റ്റ് ഇട്ടിട്ടില്ലേ, പേരെഴുതിയിട്ടില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ അബദ്ധത്തിൽ നമ്മൾ പേരെഴുതാൻ തന്നെ വിട്ടിട്ട് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കുക, പേജ് നമ്പർ ഇട്ടിട്ടില്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെ ആൻസർ ഷീറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത ശേഷം പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ചരട് തരൂലോ പേപ്പർ കെട്ടാനായിട്ട്, പേപ്പർ പ്രോപ്പറായിട്ട് കോർത്ത് ടൈറ്റായിട്ട് കെട്ടി ടൈമിന് തന്നെ ടീച്ചർക്ക് അത് കൊടുക്കുക, പേരൊക്കെ എഴുതി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തുടങ്ങും. അപ്പോഴാവും നമ്മളറിയുക നമ്മുടെ ഏതാണ് ശരിയായത്, ഏതൊക്കെയാണ് തെറ്റ് പറ്റിപ്പോയതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ തെറ്റട്ടെ. ഇനി എഴുതിയ എക്സാമിനെ കുറിച്ച് പിന്നെ ഇനി എത്ര ആലോചിച്ചിട്ടും കാര്യമില്ല. കഴിഞ്ഞു പോയ എക്സാമിനെ കുറിച്ചിട്ട് നമ്മൾ വരാനിരിക്കുന്ന പരീക്ഷ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് ഇപ്പോഴും പറയും, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നാളത്തെ പഠിക്കാം. കാരണം ഇന്നത്തെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്നാൽ നാളത്തെയും കൂടി കൊള്ളാവും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞത് അവിടെ വിടുക, നെക്സ്റ്റ് ഡേയുടെ പരീക്ഷ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതാണ് എക്സാം ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എക്സാം എഴുതുമ്പോൾ പ്രധാനമായിട്ടും ഞാനായാലും എൻ്റെ മക്കളായാലും ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഞാൻ ഈ ടിപ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ട് മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.